നമ്മുടെ സ്വീറ്റ് ബൺ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം ഈസ്റ്റാണ് വേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂണോളം മിൽക്ക്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഓവനൊന്നും കാണത്തില്ലല്ലോ, അപ്പം നമുക്ക് ഇഡലി കുക്കറിൽ തന്നെ ഈസി ആയിട്ട് സ്വീറ്റ് ബണ്ണ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ. ഇനി നമ്മൾ പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ചപ്പാത്തിക്ക് എങ്ങനെയാണോ നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ. ഇപ്പം ഞാൻ കാണിക്കുന്നത് 1 കപ്പ് മൈദയ്ക്കാണെങ്കിൽ 4 ബണ്ണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് മാവിൻ്റെ അളവും കൂട്ടുക. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. നമ്മൾ കൈയിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. എത്രമാത്രം നല്ലതായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രമാത്രം സോഫ്റ്റ്നെസ് കൂടും ബണ്ണിന്. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഫെർമെൻറ്റേഷൻ നടന്നു കഴിയുമ്പോൾ ഇത് മാവങ്ങ് ഇരട്ടിയാകും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റിയത്. ഇനി നമുക്കൊരു ക്ലിയർ റാപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു 3 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് പൊങ്ങുന്ന ടൈം. ഇവിടെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഞാനൊരു 4 മണിക്കൂറോളം വെച്ചു. ഇനി നമുക്ക് ഇഡലി ട്രേയിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ട്രേ ആണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഈ ട്രേയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, നല്ല സ്വീറ്റ് ആയതുകൊണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ 4 എണ്ണത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു എഗ്ഗ് എടുത്തിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് നേരെ അപ്ലൈ ചെയ്യുവാണ്. അപ്പം ബണ്ണിൻ്റെ മുകളിൽ നല്ലൊരു ഡാർക്ക് കളർ വരാൻ വേണ്ടിയാണ്, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുമല്ലോ, അതിനു വേണ്ടിയാണ്. ഇനി ചൂടാക്കിയ പാനിലേക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുത്ത് അടച്ചു വയ്ക്കാം. ഒരു 25 മിനിറ്റ്സ് ഇനിയും ഇങ്ങനെ ഇരിക്കട്ടെ. നന്നായിട്ടൊന്ന് ബേക്ക് ആകട്ടെ അവിടെ ഇരുന്നിട്ട്, കേക്ക് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ബേക്കായോ എന്ന്. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മാറ്റാം. ഇത് നമ്മളിത് ഓവനിലാണ് വെച്ചിരുന്നെങ്കിൽ മുകളിൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ വന്നേനെ. ഇനി നമുക്കിതിൽ കുറച്ച് ബട്ടർ കൂടെ അപ്ലൈ ചെയ്യാം. ഓവനിൽ വെച്ചിരുന്നെങ്കിൽ മുകളിൽ നിന്നൂടെ നല്ലൊരു ചൂട് കിട്ടുമ്പോഴത്തേക്കിന് മുകൾ ഭാഗവും നന്നായിട്ട് ബേക്കാകും. അപ്പം നമ്മൾ ഇങ്ങനെ വെക്കുമ്പം അങ്ങനെ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്തിരി ഒരു കളർ വ്യത്യാസം വരുന്നത്. എന്നാലും ടേസ്റ്റ് സൂപ്പറാണേ. അപ്പം നമുക്കിതിൽ നിന്ന് ഇനിയൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അടിയിൽ അതിനാണ് നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ സ്വീറ്റ് ബണ്ണ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് അല്ലേ? അപ്പം വീണ്ടും പറയുകയാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.